ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് ബില്ലുകൾ നാളെ ലോക്സഭയിൽ അവതരിപ്പിക്കും. ഇന്ന് ബില്ല് അവതരിപ്പിക്കാനായിരുന്നു തീരുമാനമെങ്കിലും പിന്നീട് അത് മാറ്റുകയായിരുന്നു. 2 ബില്ലുകളാണ് നാളെ ലോക്സഭയിൽ എത്തുന്നത്. ബില്ലിന്റെ പകർപ്പ് നേരത്തെ എംപിമാർക്ക് നൽകിയിരുന്നു. മനു ഭരത് വിവരങ്ങളുമായി ചേരുന്നു. മനു, വിശദാംശങ്ങൾ. അശ്വതി, ബി.ജെ.പി. അവരുടെ പ്രകടന പത്രികയിൽ ഈ 2024 തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇറക്കിയ പ്രകടന പത്രികയിൽ ആണ് ഈ ഒരു ഉറപ്പ് നൽകിയിരിക്കുന്നത്. ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്ന തരത്തിലേക്കാണ് ബി.ജെ.പി. ആ ഒരു നിയമം കൊണ്ടുവരും എന്നായിരുന്നു ഉറപ്പ്. ഏതായാലും ബില്ല് ഇന്ന് ലോക്സഭയിൽ എത്തും എന്നാണ് വ്യക്തമായിരുന്നത്. ഏതായാലും അമിത്ഷാ ഇല്ലാത്തത് കൊണ്ടാണ് ബില്ല് ഇന്ന് വരാത്തത് എന്ന ഒരു വാദവും പ്രചരിക്കുന്നുണ്ട്. പക്ഷേ നാളെ ഈ ബില്ല് ലോക്സഭ പരിഗണനയ്ക്കെടുക്കും. ഇന്ന് മറ്റ് 2 സുപ്രധാന ബില്ലുകളാണ് ലോക്സഭ പരിഗണനയ്ക്കെടുക്കുന്നത്. ഒന്ന്, റീ അഡ്ജസ്റ്റ്മെന്റ് ഓഫ് റെപ്രസെന്റേഷൻ ഓഫ് ഷെഡ്യൂൾഡ് ട്രൈബ്സ് ഇൻ ദി അസംബ്ലി ഓഫ് ഗോവ ആണ് ഒരു ബില്ല്. മറ്റൊന്ന് അപ്രോപ്രിയേഷൻ ബില്ലാണ്. ഈ 2 ബില്ലുകളാണ് ഇന്ന് ലോക്സഭ പരിഗണിക്കുന്നത്. അതേസമയം നാളെ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട 129 അമെൻമെൻറ്റ് ബിൽ നാളെ 2004 നാളെ ലോക്സഭയിലെത്തും. ഒപ്പം തന്നെ ഈ കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ തെരഞ്ഞെടുപ്പിനെ ബാധിക്കുന്ന യൂണിയൻ ടെറിട്ടറീസ് ബിൽ 2024 നാളെ ലോക്സഭയിലെത്തും. ഈ 2 ബില്ലുകൾ വളരെ ഈ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന നയത്തിലേക്ക് വരുന്നതിന് വളരെ സുപ്രധാനമാണ്. അത് ലോക്സഭയിലേക്കും അതുപോലെ തന്നെ നിയമസഭകളിലേക്കും തെരഞ്ഞെടുപ്പ് ഒരുമിച്ച് നടത്തുന്നതുമായി ബന്ധപ്പെട്ട നിയമനിർമ്മാണങ്ങൾക്ക് വഴിവെക്കും. അതോടൊപ്പം തന്നെ ചില ഭരണഘടനാ ഭേദഗതികൾ വേണം. ഇതിൽ ആദ്യത്തെ ബില്ലിന് ഈ 2/3 ഭൂരിപക്ഷം ഉറപ്പാക്കാൻ സർക്കാർ നിർബന്ധിതരാണ്. രണ്ടാമത്തെ ബില്ല് കേവല ഭൂരിപക്ഷം മതി. ആദ്യത്തെ ബില്ലിന് ഭരണഘടനാ ഭേദഗതി അനിവാര്യമാണ്. അതുകൊണ്ട് തന്നെ 2/3 ഭൂരിപക്ഷം വേണം. ഒരു സമവായത്തിനാണ് സർക്കാർ ശ്രമിക്കുന്നത്. പ്രതിപക്ഷ കക്ഷികളിൽ നിന്നുള്ള പാർട്ടികളുടെ പിന്തുണ കൂടി ലഭിച്ചാൽ മാത്രമേ ഈ ബില്ല് സർക്കാരിന് പാസ്സാക്കാൻ കഴിയൂ. സ്വാഭാവികമായി അതിനുവേണ്ടിയുള്ള ഒരു അനുരഞ്ജന ശ്രമമാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. ശരി, മനു ഭരത്താണ് വിവരങ്ങൾ നൽകിയത്.